നമസ്കാരം. പുതിയ യുദ്ധതന്ത്രങ്ങളും അതിന്റെ രീതികളും അതിശയകരമാണ്. ടെക്നോളജിയുമായി പടക്കളം നിറയുന്ന രാജ്യങ്ങൾക്കാണ് ഇന്ന് മേധാവിത്വം. അവിടെ ശക്തമായ ആയുധങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ആധുനിക യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായി കണക്കാക്കുന്നവയാണ് ഡ്രോണുകൾ. സൈനിക ശക്തി ദൃഢമാകുന്നതിന് നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ തന്നെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ലോകം അതിവേഗം മുന്നേറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിലും വകഭേദങ്ങളോടെ ഡ്രോണുകൾ കളം നിറയുമെന്ന് ഉറപ്പാണ്. ഏറ്റവും മികച്ചതും അപകടകരമായതുമായ ഡ്രോണുകൾ ആരുടെ പക്കലാണ് എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള MQ-9 റീപ്പർ ഡ്രോൺ ലോകത്തിലെ ഏറ്റവും ശക്തവും അപകടകരവുമായ ഡ്രോണായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയുടെ ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ആണ് MQ-9 റീപ്പർ വികസിപ്പിച്ചെടുത്തത്. കൃത്യമായ ആക്രമണങ്ങൾക്ക് ഇത് പേരുകേട്ടതാണ്. നിരീക്ഷണം, ലക്ഷ്യസ്ഥാനം ട്രാക്ക് ചെയ്യുന്നത്, കൃത്യമായ ആക്രമണങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ആളില്ല ആകാശവാഹനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. MQ-9 റീപ്പറിന്റെ ശ്രദ്ധേയമായ കഴിവ്, ഫ്ലൈയിങ് പാറ്റേൺ, നൂതന സാങ്കേതിക വിദ്യ എന്നിവ മറ്റ് ഡ്രോണുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഏകദേശം 1900 കിലോമീറ്റർ പ്രവർത്തന ശ്രേണിയുള്ള ഈ ഡ്രോണിന് 50,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയും. 2 ഓപ്പറേറ്റർമാരാണ് MQ-9നെ റിമോട്ട് ആയി നിയന്ത്രിക്കുന്നത്. കൃത്യതയോടെ ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ ഇതിന് കഴിയും. ഇതിന്റെ വില വരുന്നത് ഏതാണ്ട് 15 മുതൽ 30 ദശലക്ഷം ഡോളർ വരെയാണ്. അതായത് ഏകദേശം 125 മുതൽ 250 കോടി രൂപ വരെയാണ് വരുന്നത്. നമ്മുടെ ശത്രു ലിസ്റ്റിൽ ഇടം പിടിച്ച തുർക്കിയിലെ ബേരാക്തർ TB2, അഖിൻസി ഡ്രോണുകൾ എന്നിവയാണ് കുറഞ്ഞ ചെലവിൽ മികച്ച പ്രകടനത്തിന് പേര് കേട്ട മറ്റ് ഡ്രോണുകൾ. ബേരാക്തർ TB2 ഡ്രോണിന് റിമോട്ട് കൺട്രോളോടുകൂടിയും അല്ലെങ്കിൽ സ്വന്തമായും തന്നെ പറന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. ബേരാക്തർ അഖിൻസി ഒരു ഉയർന്ന ഉയരത്തിലുള്ള ദീർഘ പ്രതിരോധ ശേഷിയുള്ള ആളില്ല ആകാശ യുദ്ധവാഹനമാണ്. ഡ്യുവൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ, എയർ ടു എയർ റഡാർ, കൂട്ടിയിടി ഒഴിവാക്കാൻ സഹായിക്കുന്ന റഡാർ, അഡ്വാൻസ്ഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചൈനയ്ക്കും പ്രത്യേക ഡ്രോണുകളുണ്ട്. ഇതുപോലെ തന്നെ ചൈനയുടെ വിങ് ലൂം 2 ഇടത്തരം ഉയരത്തിൽ പറക്കുന്ന ദീർഘദൂര ഡ്രോണാണ്. 2 മുതൽ 5 ദശലക്ഷം ഡോളർ വരെ ഇവയ്ക്ക് വിലയുണ്ട്. ഇത് റിമോട്ട് കൺട്രോൾ അല്ലെങ്കിൽ ഓട്ടോണോമസ് ആയിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ശത്രുക്കളെ നിരീക്ഷിക്കാനും ആകാശം വഴി ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി അളന്നെടുക്കാനും കൃത്യതയുള്ള സ്ട്രൈക്ക് പ്ലാറ്റ്ഫോമായിട്ടും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് നേർത്ത ഫ്യൂസ്ലേജ്, V-tail, വെൻട്രൽ ഫിൻ എന്നിവയുണ്ട്. വിമാനത്തിൽ പിൻവലിക്കാവുന്ന ലാൻഡിംഗ് ഗിയറും ഫ്യൂസ്ലേജിന് കീഴിൽ 2 പ്രധാന ചക്രങ്ങളും ഒരു സിംഗിൾ വീലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബോംബുകൾ, റോക്കറ്റുകൾ അല്ലെങ്കിൽ എയർ ടു സർഫേസ് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ചിറകുകൾക്ക് കീഴിൽ 3 ഹാർഡ് പോയിന്റുകളും ഉണ്ട്. ഫ്യൂസ്ലേജിന്റെ മുകൾ ഭാഗത്ത് മുൻവശത്ത് ഒരു ഉപഗ്രഹ ആശയവിനിമയ ആന്റിനയും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ ഡ്രോണിനും ഗ്രൗണ്ട് സ്റ്റേഷനും ഇടയിൽ ദീർഘദൂര ഡാറ്റ ട്രാൻസ്മിഷനാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ഹെറോൺ TP തന്ത്രപരമായ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഇതിന് 10 മുതൽ 20 ദശലക്ഷം ഡോളർ വരെ വില വരും. ഹെറോൺ TP അതിന്റെ ദീർഘായുസത്തിന് പേര് കേട്ടതാണ്. ഇത് 12.5 കിലോമീറ്റർ വരെ ഉയരത്തിൽ 27 മണിക്കൂർ വരെ പ്രവർത്തന സജ്ജമാണ്. ഇന്റലിജൻസ്, അതുപോലെ തന്നെ നിരീക്ഷണം, രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കും സമുദ്ര നിരീക്ഷണത്തിനും മറ്റ് തന്ത്രപരമായ റോളുകൾക്കും ഹെറോൺ TP ഉപയോഗിക്കാറുണ്ട്. വിപുലമായ തത്സമയ ഡാറ്റ ട്രാൻസ്മിഷൻ ഉപയോഗപ്പെടുത്തുകയും നിർണായകമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഗ്രൗണ്ട് ഓപ്പറേറ്റർമാർക്ക് വേഗത്തിൽ കൈമാറുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഹെറോൺ TP ഇന്ത്യയുടെ നിരീക്ഷണ രഹസ്യാന്വേഷണ ശേഷികളുടെ ഒരു പ്രധാന ഭാഗം കൂടിയാണ്. ഇന്ത്യൻ കരസേന, ഇന്ത്യൻ വ്യോമസേന, ഇന്ത്യൻ നാവികസേന എന്നിവയുടെ വിവിധ യൂണിറ്റുകൾ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. DRDO വികസിപ്പിച്ചെടുത്ത റസ്റ്റോം 2, അതായത് തപസ് എന്ന പേരുള്ള റസ്റ്റോം 2 ഡ്രോണ് ഇന്ത്യക്കുണ്ട്. തപസ് BH എന്നും അറിയപ്പെടുന്ന റസ്റ്റോം 2 ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളാണ്. നിരീക്ഷണ ദൗത്യങ്ങൾക്കായി ഇത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കൂടാതെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, ഇലക്ട്രോണിക് ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ പോലുള്ള വിവിധ പേലോഡുകൾ വഹിക്കാനും ഇതിന് കഴിയും. ഡ്രോണുകൾ സ്വയമേ വികസിപ്പിച്ച് പണം വാരാനും രാജ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇന്ത്യയിലും ഇത് വിപുലമായി തന്നെ നടന്നു വരികയാണ് ഇപ്പോൾ.